ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചമ്മീസ് വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ ഒരു വർക്കിംഗ് ഡേ ഇൻ മൈ ലൈഫ് പോലത്തെ ഒരു വീഡിയോ ആണ്. നമുക്കിന്ന് കുറേ കാര്യം ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം. ആദ്യം നമുക്ക് പോയിട്ട് റെഡി ആവാം, കാരണം ഇപ്പോൾ ഓൾറെഡി ലേറ്റായി. എനിക്ക് കുറേ സമയം വർത്താനം പറഞ്ഞിരിക്കാൻ സമയമില്ല, കാരണം ഓൾറെഡി നല്ലോണം ലേറ്റായി. അപ്പോൾ വേഗം പോയിട്ട് റെഡി ആവണം, എന്നിട്ട് നമുക്ക് നേരെ വാഫി മാളിൽ പോകണം. അപ്പോൾ റെഡി ആയിട്ട് കാണാം. ഗൈസ് അങ്ങനെ നമ്മുടെ വാഫി മാളിലെത്തി. പെട്ടെന്ന് പോയിട്ട് നമുക്കൊരു 2 പ്രിൻ്റ് കൂടി എടുക്കാനുണ്ട്. അതെടുക്കാൻ വിട്ടു. വേഗം പോയിട്ട് എടുക്കാം നമുക്ക്. മനോട്ടൻ അയ്യോ ചൈന കോൺസുലേറ്റിൻ്റെ അകത്ത് കയറി. ഞാൻ വേഗം പ്രിൻ്റ് എടുത്തിട്ട് വന്നിട്ട് മനോട്ടന് കൊടുക്കണം. ജസ്റ്റ് മിസ്. കുറച്ചും കൂടി കഴിഞ്ഞെങ്കിൽ നമ്മളെ ചിലപ്പോൾ അകത്ത് കയറ്റിട്ടില്ല. ഒന്ന് കുറച്ച് ലേറ്റ്. നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു എന്ന്. ഞാൻ വേഗം പോയിട്ട് പ്രിൻ്റ് എടുത്തിട്ട് വരാം. ഗൈസ് ഈ ഏരിയയിലാണ് അന്ന് ഫുള്ളും ക്രിസ്മസ് ഡെക്കറേഷനെല്ലാം ഉണ്ടായത്. എടിപ്പോൾ ഒന്നുമില്ല, എല്ലാം ക്ലിയർ ചെയ്ത്. ഞാൻ അപ്പുറത്തുള്ളതും കൂടി കാണിക്കാം. ആടെ ഒന്നുമില്ല, എല്ലാം ക്ലിയർ ചെയ്ത്. ആദ്യം നമുക്ക് പോയിട്ട് പ്രിൻ്റ് എടുക്കാം. ഇവിടുന്നാണ് നമ്മൾ കോപ്പി. ഇപ്പം കിട്ടും ഗൈസ്. അങ്ങനെ പ്രിൻ്റ് എടുത്തു. പിന്നെ നമുക്കിത് വേഗം പോയിട്ട് മനോട്ടിൻ്റെ അടുത്ത് കൊടുക്കാം, എന്നിട്ട് നമുക്ക് റെസ്റ്റ് എടുക്കാം. അപ്പം ഞാൻ ബാക്കി കാര്യങ്ങൾ പറയാം. ഇപ്പോൾ നമുക്ക് വേഗം പോവാം. അവിടെ ഒന്നും വലിയ തിരക്കില്ല, കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അപ്പോൾ ഇത് കിട്ടിയിട്ടെങ്കിൽ ലേറ്റ് ആവണ്ടേ. ഗൈസ് ഇനി സംസാരിക്കാം. അപ്പം നമ്മൾ ഇവിടെ എത്തി. നമ്മൊരു 11:30 ആകുമ്പോഴാണ് എത്തിയത്. നമ്മൾ വിചാരിച്ചത് നമ്മളകത്ത് കയറ്റൂലായിരിക്കുന്നു. കാരണം കഴിഞ്ഞ പ്രാവശ്യമല്ല, അതിനുമ്പത്തെ പ്രാവശ്യം വന്നിട്ട് നമ്മൾ കയറ്റിയിട്ട് അന്ന് എനിക്കൊന്ന് ആട് വേറെന്തോ ഇതുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കണം, നല്ല തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കണം അന്ന് കയറ്റാതെ. ഇന്നിപ്പോൾ നമ്മൾ വിചാരിച്ചിന് കയറ്റൂലായിരിക്കുന്നു, പക്ഷെ എന്തോ ഭാഗ്യത്തിന് കയറ്റി. അപ്പോൾ മുന്നോട്ട് വന്നപ്പോൾ കോൺസുലേറ്റിൻ്റെ അകത്ത് കയറി. അപ്പോൾ നമ്മൾ 2 പ്രിൻ്റ് എടുക്കാൻ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ മനോട്ടിനകത്ത് കയറി ടോക്കൺ എടുത്തിട്ട് അകത്ത് കയറി. ഞാൻ വേഗം പോയിട്ട് പ്രിൻ്റ് എടുത്തിട്ട് വന്നു. ഇപ്പം ഞാൻ മനോട്ടെ കണ്ടിന്. ഉള്ളിൽ വലിയ തിരക്കില്ല എന്നാണ് മനോട്ടം പറഞ്ഞത്, പക്ഷേ കൗണ്ടറിൽ വിളിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പം എന്തായാലും കുറച്ച് സമയം എടുക്കും. ഞാൻ പറഞ്ഞതിനോ എനിക്ക് ഓർമ്മയില്ല. ഇന്ന് നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമ്മുടെ വണ്ടി റിന്യൂ ചെയ്യാനായി. അപ്പോൾ നമുക്ക് നമ്മളെ വണ്ടിയുടെ ടയർ ചെറുതായിട്ടൊരു എന്തോ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വണ്ടിയുടെ ടയർ മാറ്റണം. പിന്നെ നമുക്ക് വണ്ടി ഒന്ന് സ്റ്റീം വാഷ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വണ്ടി പാസിങ്ങിന് കൊണ്ടുകൊടുക്കണം. പാസിങ് കിട്ടിയാലാണ് നമുക്ക് റിന്യൂ ചെയ്യാൻ പറ്റുക. അപ്പോൾ അത്രയെല്ലാം കാര്യങ്ങൾ ഇന്നുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു രാത്രിയാവും വീട്ടിലൊക്കെ എത്താൻ. കാരണം നമ്മൾ പാസിങ്ങിന് ബുക്ക് ചെയ്തിട്ടുള്ളത് 5 മണിക്കാണ് കിസൈസിൽ. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ കഴിയുമ്പോൾ എന്തായാലും 12:30 1 മണിയാവും. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വണ്ടി ടയർ മാറ്റാൻ പോയിട്ട് ആകുമ്പോഴേക്ക് ഒരു 2 മണി 3 മണിയാവും. പിന്നെ അത്രയല്ലേ സമയമില്ല. പിന്നെ നമുക്ക് ഷാർജയിൽ പോയിട്ട് വീണ്ടും കിസൈസിൽ വരുന്നത് ബുദ്ധിമുട്ടാണ്. അതിനേക്കാളും നല്ലതെല്ലാം കഴിഞ്ഞിട്ട് പോകാൻ തോന്നാറില്ല. എല്ലാം പെട്ടെന്ന് നേരായാലും ചിലപ്പോൾ വീട്ടിൽ പോയിട്ട് രാത്രിയായിരിക്കും വരുന്നത്. അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. ഇവിടെ മുന്നേ ക്രിസ്മസ് ഡെക്കറേഷനെല്ലാം ഉണ്ടായിട്ട് അതെല്ലാം അവർ അയച്ചു മാറ്റി. ഇപ്പോൾ ഫുള്ള് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി. ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തിട്ട് എൻ്റെ ഇടയിൽ ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ വരുമ്പോൾ വീഡിയോസ് ഒന്നും എടുത്തിട്ടാ. എനിക്കൊന്ന് രാവിലത്തെ എന്തോ കുറച്ച് എടുത്തില്ല, അതിന് ശേഷം ഒന്നും എടുത്തില്ല. കാരണം ഇറങ്ങാൻ ഒന്നാമത് ലേറ്റ്. രണ്ടാമത്തായിട്ട് നല്ല ട്രാഫിക് ആയിരുന്നു. എന്ത് ഇത്ര ട്രാഫിക്. അല്ലെങ്കിൽ നമുക്ക് 10:30 ഒന്നും അത്ര ട്രാഫിക്ക് കിട്ടിയില്ല. നമ്മൾ 10:30 ആയി റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ. രാവിലെ തന്നെ കുറച്ച് പണിയുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇറങ്ങി 10:30 10:45 ആയിന്. അല്ലെങ്കിൽ നമുക്ക് സാലിക്കിട്ട് വരുമ്പോൾ പെട്ടെന്ന് എത്തലുണ്ട്. പക്ഷേ ഇത് നല്ല ട്രാഫിക് ഉണ്ടായിന്. അതുകൊണ്ടാണ് നമ്മുടെ എത്താൻ ലേറ്റ് ആയത്. പക്ഷേ പ്രശ്നമൊന്നും ഉണ്ടായില്ല. അങ്ങനെ ഇവിടെ നമുക്ക് അധികം വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. എനിക്ക് കോൺസുലേറ്റിൻ്റെ ഫ്രണ്ട് പോലും നേരെ കാണിച്ചു തരാൻ പറ്റില്ല. കാരണം ഫ്രണ്ടിൽ തന്നെ 2 സെക്യൂരിറ്റികളുണ്ട്. അപ്പോൾ അവരെടുക്കുന്നത് പോയിട്ട് ഫോട്ടോ. ഞാൻ പണ്ടെപ്പോഴും ഒരിക്കൽ ഇതുപോലെ എന്തോ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കിന്. അപ്പോൾ എൻ്റെ അടുത്ത് സെക്യൂരിറ്റി വന്നിട്ട് ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞിന്. അതിന് ശേഷം ഞാൻ ആ ഒരു അക്രമത്തിന് മുതിർന്നില്ല. അപ്പോൾ നമുക്ക് വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ മുഖം കാണിച്ച് തന്നെ സംസാരിക്കുന്നത്. അല്ലെങ്കിൽ പാടത്തെ കുറച്ച് കാര്യങ്ങൾ കാണിക്കായിരുന്നു. അങ്ങനെ ഇനി നമുക്ക് മനോട്ടിനെ വെയിറ്റ് ചെയ്യാം. എനിക്ക് 2 ടിക്കറ്റ് നോക്കാനുണ്ട്, പിന്നെ 2 വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട്. അത് നോക്കാം. പക്ഷേ എൻ്റെ എയർപോർട്ടിൽ ചാർജ് ഇല്ല. അപ്പോൾ അതെല്ലാം ചെയ്യുന്നത് മുഷ്കിലായിരിക്കും. നോക്കട്ടെ. ഇവിടെയാണ് അന്ന് മറ്റേ കുട്ടികൾക്ക് വർക്ക്ഷോപ്പ് പോലെ ക്രിസ്മസിൻ്റെ സമയത്ത് എന്തോ ഉണ്ടായിരുന്നു. അത് ഇവിടെയാണ് ഉണ്ടായത്. അയ്യോ, ഈ എസ്കലേറ്ററിൻ്റെ അപ്പുറത്താണ് മറ്റേ ക്രിസ്മസ് ട്രീ എല്ലാം, കുഞ്ഞി ക്രിസ്മസ് ട്രീയും കാര്യങ്ങളെല്ലാം ഉണ്ടായത്. പിന്നെ അതാ ആ കാണുന്നതാണ് നമ്മളെ കോൺസുലേറ്റ്. അതിൻ്റെ അകത്ത് പുറത്ത് 2 സെക്യൂരിറ്റിമാരുണ്ട്. അതിൻ്റെ അകത്താണ് മനോട്ടിനുള്ളത്. എനിക്കിവിടെ ഏറ്റവും ഇഷ്ടം ഈ പ്രിൻ്റാണ്. നല്ല രസമില്ല. ഈ വർക്കാണ് ഏറ്റവും ഇഷ്ടം. ഗൈസ് നമുക്ക് വീണ്ടും ഒരു പ്രിൻ്റ് വേണം. നമുക്കതെടുക്കാൻ പോകും. അപ്പോൾ നിങ്ങൾ വിചാരിക്കുമ്പോൾ എല്ലാ പ്രിൻറ്റും കൂടി ഒരുമിച്ച് എടുത്താൽ പോരെയത്. അങ്ങനെയല്ല. എല്ലാ ആപ്ലിക്കേഷനും ചിലപ്പോൾ എല്ലാ പേപ്പറും ആവശ്യം ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അവരവിടുന്ന് പറയുന്നതിനനുസരിച്ച് നമ്മൾ ചെയ്തു. ഇതിപ്പോൾ അങ്ങനെയല്ല, നമുക്ക് മറന്നു പോയതാണ്. ഗൈസ് അങ്ങനെ ഞാൻ അടുത്ത പ്രിൻ്റ് എടുത്തിട്ട് തിരിച്ചെത്തി. അയ്യോ, ഞാൻ ഓട്ടായിരുന്നു. എന്നിട്ടും വിളിച്ചിട്ട് പറഞ്ഞു നമ്മളെ നമ്പർ അടുത്തായിരുന്നു, നമ്മൾ ടോക്കണിന് വിളിച്ചു പറഞ്ഞു. അപ്പം ഞാൻ നടന്ന് ഒരു ഓട്ടം ഓടി.
ഭാഗ്യത്തിന് ടൈമിനെത്തി. ഇനിയിപ്പോൾ പെട്ടെന്ന് കഴിയുമായിരിക്കും. നമ്മളങ്ങനെ നേരെ വാഫി മാളിൽ നിന്ന് ഇപ്പോൾ പാരമൗണ്ട് റെസ്റ്റോറൻറ്റിലേക്ക് വന്നു. നമുക്ക് ഫുഡ് കഴിക്കാൻ കഴിച്ചിട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് പോകുന്ന വെച്ചപ്പോൾ സമയം 2 മണിയല്ല വേണ്ട 2 മണിയായി. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് നമുക്കിങ്ങനെ നേരെ കിസൈസിൽ ടയർ മാറ്റാൻ പോകാം. ടയർ മാറ്റുന്നതിൻ്റെ അടുത്ത് തന്നെയാണ് നമുക്ക് വണ്ടി പാസിങ്ങും ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം ഫുഡ് കഴിക്കാൻ പോകാം. നല്ലോണം വിശക്കുന്നത്. രാവിലെ ഒന്നും നേരെ കഴിച്ചിട്ട് അതുകൊണ്ടാണെന്ന് തോന്നുന്നു നല്ലോണം വിശക്കുന്നത്. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാൻ പോകാം. ഫുഡ് കഴിച്ചിട്ട് കാണാം. അമ്മും അതും വീട്ടിലുണ്ട്. ഉറങ്ങി എണീച്ചിട്ടുണ്ടാവുമെന്ന് പോലും അറിയില്ല. എണീച്ചൊക്കെ തന്നെ ഫുഡ് എന്ത് കഴിക്കുമെന്തോ. ഓക്കെ ഗൈസ്, നമുക്കിങ്ങനെ ഫുഡ് കഴിച്ചിട്ട് കാണാം. ഫുഡ് കഴിച്ച് നമ്മൾ നേരെ അങ്ങനെ ടയറിൻ്റെ ഷോപ്പിലേക്ക് പോയി. ന്യൂ ഭാരത് ബിറ്റ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞ ഷോപ്പിലേക്കാണ് നമ്മൾ പോയത്. അവിടെ പക്ഷേ നമുക്ക് ടയർ ചേഞ്ച് ചെയ്യാൻ കുറച്ചധികം സമയം എടുത്തു. കാരണം നമുക്ക് മുന്നേ വന്ന 2 വണ്ടികളുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മളത് ചെയ്തത്. ഗൈസ്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് നമുക്ക് വണ്ടി പാസിങ്ങിൻ്റെ അപ്പോയിൻമെൻറ്റ് ഉണ്ടെന്ന്. ഇന്ന് പോകുന്നില്ല ഗൈസ്, ഇന്ന് പോകുന്നില്ല എന്നല്ല, ഇപ്പോൾ പോകുന്നില്ല. കാരണം നടക്കില്ല. നമ്മൾ ആദ്യം വണ്ടീൻ്റെ ടയർ മാറ്റാൻ പോയി. ടയർ മാറ്റുന്നിടത്ത് നമ്മൾ വിചാരിക്കാണ്ട് നല്ല തിരക്കുണ്ടായിന്. അങ്ങനെ അവിടുന്ന് ടയർ മാറ്റിയിട്ട് ഇറങ്ങിയിട്ട് നമ്മൾ 2-3 സ്ഥലത്ത് സ്റ്റീം വാഷ് ഉണ്ടോ ചോദിച്ചു. പക്ഷേ അവിടെല്ലാം ഒരു സ്ഥലത്ത് ഭയങ്കര തിരക്കായിരുന്നു. ബാക്കി 2 സ്ഥലത്ത് സ്റ്റീം വാഷ് ഇല്ലായിരുന്നു. എന്നിട്ട് നമ്മൾ സീസിൽ പോയി, നമ്മൾ സ്ഥിരം പോകുന്നത്. അവിടെ പോയിട്ട് നമ്മൾക്ക് തന്നെ സമയം 4:15 ആയിന്. പിന്നെ ആടുന്ന് സ്റ്റീം വാഷ് ചെയ്തിട്ട് 5 മണിയാകുമ്പോഴേക്ക് നമ്മൾ എന്തായാലും കിസൈസിലേക്ക് എത്തൂല. നല്ല ട്രാഫിക്കും കൂടിയില്ലേ. സ്റ്റീം വാഷ് ചെയ്യാൻ കുറച്ചധികം സമയം വേണം. അപ്പോൾ പിന്നെ നമ്മൾ പ്ലാൻ മാറ്റി, നമ്മൾ റീഷെഡ്യൂൾ ചെയ്തു. ഇനിയിപ്പോൾ ഇന്ന് രാത്രിയാണില്ല, ഇന്ന് രാത്രി നമുക്ക് സിനിമക്കും കൂടി പോകാനുണ്ട്. നമുക്ക് മറ്റേ സർവമായ സിനിമക്ക് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനും കൂടി പോകാനുണ്ട് നമുക്ക് ഇന്ന് രാത്രി. അപ്പോൾ രാത്രിയാണ് ഇപ്പോൾ നമ്മൾ രാത്രി നമ്മൾ നേരെ ഷാർജയിൽ നിന്ന് സ്റ്റീം വാഷ് ചെയ്തിട്ട് നേരെ പോയിട്ട് മംസാറിലാണ് നമ്മളിപ്പോൾ ബുക്ക് ചെയ്തത്. മംസാറിൽ നിന്ന് പാസിങ് എടുക്കണം. പാസിങ് കിട്ടുമോ എന്നറിയില്ല, കിട്ടിയ ഭാഗ്യം. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ വീട്ടിൽ പോയിട്ട് ചായ കുടിക്കാം. നമ്മളെ ഫ്ലാറ്റിൻ്റെ കുറച്ച് അപ്പുറത്ത് തന്നെ നമുക്ക് സീസ് ഉണ്ടായിരുന്നു സ്റ്റീം വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ നേരെ പോയത് അങ്ങോട്ടേക്കാണ്. അവിടെ പോയിട്ട് സ്റ്റീം വാഷ് ചെയ്തിട്ട് നമ്മൾ നേരെ AG കാർസിൽ പോയി. അപ്പോൾ സ്റ്റീം വാഷിൻ്റെ അടുത്ത് വലിയ തിരക്കൊന്നും ഉണ്ടായിട്ട് അതുകൊണ്ട് തന്നെ നമുക്ക് പോയിട്ട് പെട്ടെന്ന് തന്നെ സ്റ്റീം വാഷ് ചെയ്യാൻ പറ്റി. എനിക്കൊന്നൊരു 3/4 മണിക്കൂറിൽ തന്നെ സ്റ്റീം വാഷ് ചെയ്ത് കഴിഞ്ഞു. നമ്മളെ കാർ വാഷ് കഴിഞ്ഞു. നമ്മൾ സ്റ്റീം വാഷാണ് ചെയ്തത്. എന്നിട്ട് നമ്മളിപ്പോൾ നേരെ ദുബായി പോകുന്നുണ്ട്, മംസാറേക്ക്. അവിടെ AG എന്നാണ് നമ്മൾ ചെയ്യുന്നത്. അവിടെയാണ് നമ്മൾ അപ്പോയിൻമെൻറ്റ്. അപ്പോൾ വേഗം പോയിട്ട് നമുക്ക് പാസിങ് കിട്ടുമോ ഇല്ലയോ നോക്കാം. കിട്ടിയിട്ടെങ്കിൽ ഒന്നും കൂടി നോക്കേണ്ടി വരും. പെയിൻ്റ് അടിക്കാനോ എന്താ പറയുന്നത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പണിയൊറ്റുണ്ടെങ്കിൽ അത് ചെയ്തിട്ട് വീണ്ടും കൊണ്ടുപോകേണ്ടി വരും. നമുക്ക് ഈ മാസം ലാസ്റ്റ് വരെയാണ് സമയമുള്ളത്. ഈ മാസം 23 വരെയാണ് സമയമുള്ളത്. അങ്ങനെ എന്നിട്ട് നമുക്ക് വന്നിട്ട് സിനിമയുണ്ട് ഇന്ന് 9:30 നമ്മളെ സർവമായ ബുക്ക് ചെയ്തിട്ടുണ്ട്. അതിന് പോകണം. വീട്ടിൽ വന്നിട്ട് വേണം പോവാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പോൾ ദുബായിക്ക് വലിയ തിരക്കൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് എത്തുമായിരിക്കും. 10 മിനിറ്റിൽ അവിടെ എത്തും തോന്നും. നമ്മളോട് 15 മിനിറ്റ് മുന്നേ എത്താനാണ് പറഞ്ഞത്. നമ്മൾ എന്തായാലും 10 മിനിറ്റിനുള്ളിൽ അവിടെ എത്തും. അങ്ങനെ നമ്മൾ നേരെ AG കാർസിലെത്തി. അവിടെ എത്തിയതിന് ശേഷം ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. കാരണം അവിടെ അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. അതുകൊണ്ട് വീഡിയോസ് ഒന്നും എടുത്തില്ല. അങ്ങനെ പാസിങ് കഴിഞ്ഞു. പക്ഷെ നമുക്ക് പാസിങ് കിട്ടിയില്ല. 2-3 പണിയെടുപ്പിക്കാനുണ്ട്. അതവർ നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ഇനി പാസിങ് കിട്ടൂ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നാളെ വണ്ടി പണിക്ക് വെക്കേണ്ടി വരും. പെയിൻ്റ് അടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തോ മൗണ്ടിങ്ങിൻ്റെത് എന്തോ ഉണ്ട്. അങ്ങനെ 2-3 കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം റെഡിയാക്കിയിട്ട് ഇനിയിപ്പോൾ കൊണ്ടുപോകാൻ പറ്റും. പിന്നെ നമുക്ക് കുഴപ്പമില്ല, 23 വരെ സമയമുണ്ട്. അതുകൊണ്ട് തന്നെ പ്രശ്നമില്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ പാസിങ് കഴിഞ്ഞിട്ട് വീട്ടിൽ പോകുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വീട്ടിൽ പോയിട്ട് അത് കഴിഞ്ഞിട്ട് നേരെ സിനിമക്ക് പോകാം. ഗൈസ്, അങ്ങനെ ഞങ്ങൾ ഓട്ടത്തിന് ശേഷം നമ്മളെത്തി. അതെ, സർവമായൊക്കെ എത്തി. ഇപ്പോൾ സമയം 9:35 കഴിഞ്ഞു. 9:30 സിനിമ. പിന്നെ ഞങ്ങൾ 6 ആൾ മാത്രമേ ഉള്ളൂ. ഞാൻ, മനോട്ടെ, അമ്മു, മാധു, അശ്വനി, ആമിച്ചു, മിതുവായിട്ട്. നമ്മില്ലാണ്ട് അവരെന്തായാലും സ്റ്റാർട്ട് ചെയ്യില്ല. അശ്വനി മിതുവായിട്ടിനെ എത്തിച്ച അവർ ട്രാഫിക്കിലാണ്. മനുവേട്ടൻ വീട്ടിൽ നിന്ന് ഇറങ്ങണത്രേ. നമുക്ക് മാത്രം കയറി കണ്ടാലോ. ഇല്ലില്ല, നമ്മളെത്തി. അവരിപ്പോൾ എത്തുമായിരിക്കും. ഇതോട്ടെല്ലാം ട്രാഫിക്കിലുണ്ട്. മനുവേട്ടന് അപ്പോഴത്തേക്കൊരു ചെറിയൊരു സീന് വന്ന് ഇപ്പോൾ വരും.
ഇല്ല അവർ പാർക്കിംഗ്. ഗൈസ് ഞങ്ങളെത്തി. വെയിറ്റിംഗ് ഫോർ മിതുവേട്ടൻ, അശ്വിനി ആൻഡ് മനുവേട്ടൻ. നമ്മൾ 6 പേരെ ഷോ കാണാനുള്ളൂ. നമ്മ 6 പേരെ ഷോ കാണാനല്ലോ. 6 പേരിൽ 3 പേരെ എത്തിയിട്ടു. 3 പേര് ഓൺ ദ വേ. എല്ലാരും താഴെ എത്തി. ഇപ്പൊ എത്തും. നമ്മ തണ്ടിടുവോ? അവിടെ ടിക്കറ്റ് എടുക്കാനുള്ളതിന്റെ അടുത്തൊന്നും ആളില്ലല്ലോ. സിനിമ കാണിക്കൂലേ നീ? വീട്ടിലെത്തി. മനുവേട്ടൻ എത്തി ഗൈസ്. മനുവേട്ടൻ ഞെട്ടിക്കൽ ബിരിയാണി വരുന്നുണ്ട്. അതെ പറഞ്ഞതാ. നമ്മ പോലെ എത്ര പേര് എത്തിയിട്ടല്ലോ. ഞാൻ പറഞ്ഞു ഞെട്ടിക്കൽ ബിരിയാണി എത്തിയ ഓടിയാട്ടാ. നിഷാദ് നമ്മള് സിനിമ കണ്ട് തിരിച്ച് വീട്ടിലെത്തി. വരുന്ന സമയത്ത് ഞാൻ വീഡിയോ എടുത്തിട്ട് ഇനി നമുക്ക് റിവ്യൂ ചോദിക്കാം. ഇപ്പൊ സമയം 1 മണി കഴിഞ്ഞ് 1:15. സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു? സിനിമ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ഞാനൊരു ഫീൽ ഗുഡ് മൂവി ഫാനാണ്. സോ ഐ ലൈക്ക് ദ മൂവി വെരി മച്ച്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നല്ല, എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് നിവിനെ ഇഷ്ടപ്പെട്ടു, ഡെലുലുവിനെ ഇഷ്ടപ്പെട്ടു. എനിക്ക് ഡെലുലുവിനൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു. നമുക്ക് മാധുവിനോട് കുറെ നാളായിട്ടല്ലേ ഈ സിനിമയിൽ കണ്ടതിൽ ഇത്ര ഇഷ്ടപ്പെട്ടത്. ഞാൻ പ്രകാശനിൽ കണ്ട ആപ്പുണ്ടായിരുന്നു ആ സിനിമ കഴിഞ്ഞിട്ട്. അന്ന് അതുപോലെയാണ് എനിക്ക് ഡെലുലുവിനെ ഇഷ്ടപ്പെട്ടു. മാധുവിനോട് വയ്ക്കാം. മാധു, സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലോണം ഇഷ്ടമായി. നല്ല പടം തന്നെ. അതെ, വച്ചല്ല, നല്ല പടമായിരുന്നു. 1 ടൈം വച്ചപ്പോഴാണ്. അതെ, നമുക്കെല്ലാവർക്കും അപ്പോൾ സിനിമ ഇഷ്ടപ്പെട്ടു. നമ്മ അടുത്ത് ശരിക്കും നമ്മ 6 ആളും കൂടാണ്ട് വേറെ 2 പേരും കൂടി ഉണ്ടായിരുന്നല്ലോ സിനിമക്ക്. മൊത്തം 8 പേരുണ്ടായിരുന്നു സിനിമക്ക്. നമ്മളെത്തിയിട്ട് മിതുവേട്ടനും എത്തിയിട്ട് മനുവേട്ടനെല്ലാം എത്തിയിട്ട് നമ്മൾ കയറിയിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് സിനിമ സ്റ്റാർട്ട് ചെയ്തത്. അതെ, അതെ, അത് വെറുതെ ഓടി. സിനിമ കഴിഞ്ഞിട്ട് അശ്വിനും മിതുവേട്ടനും നേരെ വണ്ടിയിൽ വീട്ടിൽ പോയി നമ്മ ഇങ്ങോട്ടേക്ക് വന്നു. അപ്പം ഞാൻ ആ വരുന്ന സമയത്ത് വീഡിയോ എത്തിയിട്ടാ. അപ്പം ഇപ്പോഴാണ് എടുത്തത്. ഇപ്പം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നേ, അയ്യോ അതിന്റെ ബാക്കി എടുത്തിട്ടല്ലോ, റിവ്യൂ എടുത്തിട്ടല്ലോ. അതെ, എന്തിടും. അതെ, അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും അതെ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. ബൈ.